പോരെ പൂരം. അഹങ്കാരം എന്നത് മഹാവിഷ്ണുവിന് സഹിക്കുവാൻ കഴിയാത്ത ഒരു വികാരമാണ്. അത് വന്നാൽ അത് തന്റെ ഭക്തനു കൂടിയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അതിന്റെ മുനയൊടിക്കുവാനായി വേണ്ടത് ചെയ്തിരിക്കും. അങ്ങനെ ആ വ്യക്തിയെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെ. വിചാരമുണ്ടായ ഉടൻ തന്നെ പത്മപാദർ എല്ലാ ആചാരവിധികളോടും കൂടി ശ്രീ നരസിംഹസ്വാമിയെ ആരാധിക്കുവാനും പൂജിക്കുവാനും തുടർന്ന് അന്നം, ജലം, വായു എന്നിവ ക്രമമനുസരിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് കൊടും തപം ചെയ്യുവാനായി നിശ്ചയിച്ചുകൊണ്ടും ധ്യാനം ആരംഭിച്ചു. ഒരാഴ്ച അങ്ങനെ ജപധ്യാനങ്ങളിൽ കടന്നുപോയി. നരസിംഹസ്വാമിയുടെ മുഖം മനസ്സിൽ പോലും തെളിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ പത്മപാദർ തന്റെ തപസ് കൂടുതൽ കഠിനമാക്കി. ഒറ്റക്കാലിൽ നിന്നായി പിന്നത്തെ തപസ്. അതും ദിവസങ്ങളോളം നീണ്ടു. ഒരു ഫലവുമില്ല. പിന്നെ ആഹാരം തീർത്തും ഉപേക്ഷിച്ചുകൊണ്ടായി തപസ്. അതും ഫലം കണ്ടില്ല. പിന്നെ ക്രമേണ ജലവും തീർത്തും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ തപം കൂടുതൽ കഠിനതരമാക്കി.